ആ കുട്ടി നോർമലായിരുന്നു ആൾ. കാരണം അങ്ങനെയുള്ള ഒരു വെപ്രാളമൊന്നും തോന്നിയില്ല. പക്ഷേ മുത്തച്ഛ വലിയച്ഛൻ്റെ മൃതദേഹം കണ്ടപ്പം, അപ്പൂപ്പൻ്റെ മൃതദേഹം കണ്ടപ്പം പുള്ളിക്കാരി കരയുകയും ചെയ്തു. അല്ലാതെ വേറൊന്നും നമുക്ക് തോന്നിയില്ലല്ലോ. കൊച്ചുകുട്ടികളല്ലേ. ആലപ്പുഴ കരിവാറ്റയിൽ 65-കാരന്റെ കൊലപാതകം നടന്ന വീടാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ബന്ധുവായ പെൺകുട്ടിയും സുഹൃത്തുക്കളുമൊക്കെയും അറസ്റ്റിലായിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെയാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഈ വീട്ടിൽ കണ്ടത്, കൊല്ലപ്പെട്ട 65-കാരന്റെ മൃതദേഹം കണ്ടത്. തുടർന്ന് നടന്ന അന്വേഷണത്തിലും ഒക്കെയാണ് പിന്നീട് പ്രതികൾ പിടിയിലാകുന്നത്. എന്തായാലും അന്ന് സംഭവ സ്ഥലത്ത് ആദ്യം എത്തിയ ആൾ നമ്മളോടൊപ്പം ഉണ്ട്. ജോഷി എന്ന ആൾ പൊതുപ്രവർത്തകനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്. താങ്കളെയാണ് ഈ കുട്ടി ആദ്യം ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നത് അല്ലേ? അതെ, രാവിലെ തിങ്കളാഴ്ച രാവിലെ ഒരു 9 മണി കഴിഞ്ഞോടുകൂടി കുട്ടി വീട്ടിലെത്തിയതിന് ശേഷം എന്നോട് പറഞ്ഞു, ഇങ്ങനെ അപ്പൂപ്പൻ വീട്ടിൽ കതക് തുറക്കുന്നില്ല, അങ്കിളൊന്ന് വന്ന് നോക്കാവോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനും കൂടെ വരാം. ഞാൻ ചോദിച്ചു വീട്ടിലെല്ലാവരും എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മ ഇങ്ങനെ പ്രസവിക്കാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലാരും ഇല്ല, അപ്പൂപ്പനെ ഉള്ളായിരുന്നു. അപ്പം ഞാൻ വിളിച്ചിട്ട് അപ്പൂപ്പൻ കതക് തുറന്നില്ല, അങ്കിളും കൂടെ എൻ്റെ കൂടെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ മോളിങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ കുട്ടിയുടെ പുറകെ തന്നെ വന്ന് ഈ ഭാഗത്ത് വന്നതിന് ശേഷം ഞാൻ ആ കതകിലൊന്ന് തട്ടി നോക്കി, നല്ല ശക്തിയായിട്ട് തട്ടി നോക്കിയപ്പം പ്രതികരണങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു വേറെ ഏതെങ്കിലും ഒരു വാതിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ വടക്ക് വശത്തായിട്ട്, വീടിൻ്റെ വടക്ക് വശത്തായിട്ട് ഒരു വാതിലുണ്ട് എന്ന് പറഞ്ഞു. അതിപ്പം ഈ ഒരു വർക്ക് ഏരിയ ആണത്. അപ്പോൾ അതിന് ചെറിയ ഗ്രില്ലുകളാണ് ഇരുമ്പിൻ്റെ. അപ്പം സമീപത്ത് തന്നെ അവരുടെ വീട് പണി നടക്കുന്ന വീടുണ്ട്. ഈ പെൺകുട്ടിയുടെ വീടാണ് അത് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഞാൻ അവിടെ പണിതുകൊണ്ടിരുന്ന ബംഗാളിലുള്ള തൊഴിലാളികളുണ്ട്. അപ്പം അവരെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നു. അതിലൊരാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇതൊന്നും നമുക്ക് തുറന്ന് കയറാമെന്ന് പറഞ്ഞു. അപ്പം ആ ഗ്രില്ലിൽ 2-3 അടി അടിച്ചേ ഉള്ളൂ. അപ്പം തുറന്നകത്ത് കയറുമ്പോൾ മൊത്തം ഇങ്ങനെ മുളക് പൊടികളൊക്കെ വിതറി ഇട്ടിരിക്കുന്നൊരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോൾ കുട്ടിയോട് പറഞ്ഞത് ചോരയാണെന്ന് തോന്നുന്നു അങ്കിളേന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് നടന്ന് നോക്കുമ്പോൾ ആ ഡൈനിങ് ടേബിളിന് സമീപത്തായിട്ട് ഇദ്ദേഹത്തെ കെട്ടി വരിഞ്ഞ് കാലുകളും അദ്ദേഹത്തിൻ്റെ തുടകളും ഒക്കെ കെട്ടി വരിഞ്ഞ്, കയ്യുമൊക്കെ കെട്ടി വരിഞ്ഞ്, കഴുത്തൊക്കെ വലിയ ഞെരുക്കത്തിൽ കുരുക്കിട്ട്, കയറല്ല തുണികൾ ഉപയോഗിച്ചു അദ്ദേഹത്തെ ആ മൂലയ്ക്ക് കൊന്നിട്ടിരിക്കുകയാണ്. കൊല ചെയ്യപ്പെട്ടാണെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലായത്. അപ്പം കുട്ടി അപ്പൂപ്പനാണെന്നുള്ള കാര്യം പറയുകയും ചെയ്തു. അപ്പം കുട്ടി അവിടെ നിന്ന് കരഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് മോള് വെളിയിലോട്ട് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. വെളിയിലോട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞതിന് ശേഷം ഞാൻ അവിടെ നിന്നുകൊണ്ട് ഹരിപ്പാട് SI ഉണ്ട്, ശ്യാം നിവാസ് സാർ, അദ്ദേഹത്തെ വിളിച്ചപ്പം അദ്ദേഹം പറഞ്ഞു എന്നാൽ നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങിക്കോളൂ, ഞാൻ പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞു. വേറെ ആരെയും അതിനകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം പോലീസ് വന്നു, അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തിയാക്കി. വലിയ പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ വന്നു, ജനപ്രതിനിധികളൊക്കെ വന്നു. പൂർത്തിയാക്കിയ ശേഷം അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് മോർച്ചറി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ ഈ 13 ഉൾപ്പെടെയുള്ളവരാണ് പ്രതികളെന്ന് അറിഞ്ഞപ്പോഴെന്താണ് പിന്നീട് തോന്നിയത്? അത് വളരെ ഞടുക്കമുണ്ടാക്കി. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു കുട്ടികളിലൂടെ ഉള്ള അതിക്രമം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പോകുന്നൊരു സാഹചര്യമാണ്. അതിനൊരു മാറ്റം തീർച്ചയായിട്ടും കൊണ്ടുവരണം. വളരെ ഞെടുക്കമുണ്ടാക്കി ആ സംഭവം കേട്ടപ്പോൾ തന്നെ. ഈ കുട്ടി ഇതിൽ ഉൾപ്പെട്ട രീതിയിലുള്ളൊരു ഭാവഭേദമൊന്നും ഇല്ലായിരുന്നു അല്ലേ? ആ കുട്ടി നോർമലായിരുന്നു ആൾ. കാരണം അങ്ങനെയുള്ള ഒരു വെപ്രാളമൊന്നും തോന്നിയില്ല. പക്ഷേ വലിയച്ഛൻ്റെ മൃതദേഹം കണ്ടപ്പം, അപ്പൂപ്പൻ്റെ മൃതദേഹം കണ്ടപ്പം പുള്ളിക്കാരി കരയുകയും ചെയ്തു. അല്ലാതെ വേറൊന്നും നമുക്ക് തോന്നിയില്ലല്ലോ. കൊച്ചുകുട്ടികളല്ലേ. ഈ വീടിന് സമീപത്തോട് ഇപ്പോൾ പുതുതായിട്ട് പണിയുന്ന ഈ സ്ഥലത്തായിരിക്കും നാളെ സംസ്കാരത്തിന്റെ ക്രമീകരണമൊക്കെ എങ്ങനെയാണ്? സംസ്കാരം നാളെ നടത്താനായിട്ടാണ് വീട്ടുകാരുമായിട്ട് ആലോചിച്ച് എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ട് അവർ നടത്തി കൊടുക്കണമെന്നുള്ളത്. അപ്പം ഈ വീട്ടിൻ്റെ സമീപത്തായിട്ട് തന്നെ അവരുടെ സ്ഥലമാണ് ഈ കാണുന്നതെല്ലാം. അപ്പം അവിടെ നടത്തി കൊടുക്കും നാളെ. എന്തായാലും പുതിയ വീട്ടിലേക്ക് താമസം മാറാനിരിക്കുകയായിരുന്നു. അതിന്റെ പണി ഏകദേശം പൂർത്തിയായി വരുന്ന വേളയിലാണ് ഈ 65-കാരന് ദാരുണമായ മരണം ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിലെ തന്നെ ഒരു ചെറിയ പ്രായത്തിലുള്ള ആൾ ഈ കേസിൽ പ്രതിയായി ജയിലിൽ പോകുന്നതും ഏറെ സങ്കടകരമായ കാര്യമാണ്. എന്തായാലും ഈ സംഭവത്തിന്റെ ഞെട്ടലിൽ നിന്നും പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല ഈ നാടാകെ. ലേഷ് കാഞ്ഞികാവിനോടൊപ്പം ജോസി ബാബു, മീഡിയ 1, ആലപ്പുഴ.